എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് 3 ലെയർ സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. 5 കിലോൻ്റെ സോപ്പ്. ഇത് മഞ്ചിഷ്ടയും നാൽപ്പാമരയും കഷായമാക്കി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ആര്യവേപ്പിൻ്റെ ഇല ജ്യൂസാക്കി അതും ഫ്രീസ് ചെയ്തതാണ്. ഇത് നമ്മുടെ അലോവേര ജ്യൂസാക്കി അതും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മുഴുവനായും വളരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഇത് ഒലിവ് ഓയിലാണ്. അതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം. ഇത് പാരഫിനൊന്നും അടങ്ങാത്ത ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് നാൽപ്പാമരയും മഞ്ചിഷ്ടയും ദന്തപാലയും ഓയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നീം ഓയിലാണ്. ഇത് ഈ ഓയിൽസൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഓയിൽസാണ്. പിന്നെ നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ വേണം. ഇത് ബട്ടറാണ്. നമ്മൾ 3 പാർട്ടായിട്ടാണ് ഈ ബാറ്റർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നിന് 3 ടൈപ്പ് കളറ് വരുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കതിൽ ഫ്രാഗ്രൻസ് വേണം. ഇത് നീം പൗഡറാണ്. നമുക്കതിൽ ഒരു 10 ഗ്രാമോളം നീം പൗഡറും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആര്യവേപ്പിൻ്റെ ജ്യൂസ് വെച്ചിട്ടുള്ള സോപ്പാണ്. 1 കിലോൻ്റെ മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇത് വലിയൊരു വീഡിയോ ആണ്. അതിനായിട്ട് നമുക്ക് കാസ്റ്റിക് സോഡ മെഷർമെൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അലോവേരയുടെ ജ്യൂസ് 350 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാസ്റ്റിക് സോഡ 175.5 ഗ്രാമാണ് കാസ്റ്റിക് സോഡ വേണ്ടത്. അത് നമുക്ക് നീമിൻ്റെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നീമിലോട്ട് കുറേശ്ശെ മാത്രം ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ആരും തട്ടി കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് പതിയെ മിക്സ് ചെയ്തെടുക്കണം. എപ്പോഴും കാസ്റ്റിക് സോഡ വെള്ളത്തിലോട്ട് വേണം ചേർക്കാനായിട്ട്. ഒരിക്കലും വെള്ളം കാസ്റ്റിക് സോഡയിലോട്ട് ഒരിക്കലും ഒഴിക്കരുത്. ഇത് അലോവേരയാണ്. അപ്പോൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. ആദ്യം നമുക്ക് ഓയിൽസൊക്കെ മെഷർമെൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 700 ഗ്രാം വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. അതുപോലെ നമുക്ക് 50 ഗ്രാം ബട്ടർ വേണം. നമുക്ക് ഏത് ബട്ടർ വേണമെങ്കിലും എടുക്കാം. നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ ഷിയ ബട്ടർ എടുക്കാം, കൊക്കോ ബട്ടർ എടുക്കാം. അത് ഏത് ബട്ടർ വേണമെങ്കിലും കുഴപ്പമില്ല, അത് എടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വെറുതെ മിക്സ് ചെയ്താലൊന്നും മിക്സ് ചെയ്യാൻ പറ്റില്ല. അത് ബീറ്റർ വെച്ച് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നീം പൗഡറാണ്. അത് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ, ഒരു 10 ഗ്രാം അത്രയും മതിയാവും. കാരണം ഓൾറെഡി നമ്മൾ നീം ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നീമിൻ്റെ ഓയിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പൗഡർ അങ്ങോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് ഓയിൽ മാത്രം ചേർത്തിട്ട് വേണം ബട്ടർ ആയാലും പൗഡർ ആയാലും മിക്സ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് മുഴുവനായിട്ട് മിക്സായി കിട്ടണമെന്നില്ല. ഇനി ബാക്കിയുള്ള ഓയിൽസും കൂടി നമുക്ക് മെഷർമെൻറ്റ് ചെയ്തെടുക്കാം. ഇത് കാസ്റ്റർ ഓയിലാണ്. 1 കിലോ സോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 50 ഗ്രാം കാസ്റ്റർ ഓയിലാണ് ചേർക്കേണ്ടത്. കാസ്റ്റർ ഓയിൽ ഒരു കാരണവശാലും കൂടി പോകരുത്. സോപ്പിന് ഒരു ഉറപ്പും കിട്ടില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നീമിൻ്റെ ഓയിലാണ്. അത് ഒരു 100 ഗ്രാം വേണം. പിന്നെ ഒലിവ് ഓയിൽ അതുപോലെ 100 ഗ്രാം ചേർത്ത് കൊടുക്കാം. നീമിൻ്റെ ഓയിൽ മാത്രമാണ്, സോപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ കറക്റ്റ് അളവിലെടുക്കുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്ന് പോകുന്നത് കൊണ്ടിട്ട് അത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല.
ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ മോൾഡിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് 5 കിലോ ചെയ്യുന്ന ഒരു മോൾഡാണ്. ഈ ഓയിലിലോട്ട് നമ്മൾ നേരത്തെ നീമിലോട്ട് കാസ്റ്റിക് സോഡ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ലായനി, അതായത് ലൈവ് സൊല്യൂഷൻ, അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഓയിലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോൾ എപ്പോഴും അത് ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. ചിലപ്പോൾ കാസ്റ്റിക് സോഡയുടെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസും ഉണ്ടാകും. അതുകൊണ്ടിട്ടാണ് അത് അരിച്ച് തന്നെ ഒഴിക്കാൻ പറയുന്നത്. എല്ലാം എടുത്ത് വെച്ചിട്ട് വേണം എപ്പോഴും കാസ്റ്റിക് സോഡയും ഓയിലുമായിട്ട് മിക്സ് ചെയ്യാൻ. ഇത് കാസ്റ്റിക് സോഡ ഓയിലോട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടിപ്പോകാൻ പാടില്ല. അത് പെട്ടെന്ന് സെറ്റായി പോകും. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എപ്പോഴും എടുത്ത് വെച്ചിട്ട് വേണം കാസ്റ്റിക് സോഡ ഓയിലോട്ട് ഒഴിച്ച് അത് മിക്സ് ചെയ്യാനായിട്ട്. നമുക്കത് പതിയെ ഒന്ന് ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ബ്ലെൻഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൈകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാം. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇത് ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു ദോശമാവിൻ്റെ പദമെന്ന് പറയത്തില്ലേ, ആ ഒരു അളവിലാണ് നമുക്ക് വേണ്ടിയത്. ആ ഒരു ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ആ മേളിൽ അങ്ങനെ വീണ് നിൽക്കണം, ഒഴുകി പോകരുത്. ആ ഒരു അളവിൽ വേണം നമുക്ക് എടുക്കാൻ. ഇനി നമുക്കത് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഇത് സോപ്പ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഗ്ലൗസ് ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ സേഫ്റ്റി ഗ്ലാസ് നിർബന്ധമാണ്. കാരണം നമ്മളിത് ചെറിയൊരു ക്വാണ്ടിറ്റി അല്ല, 5 കിലോ ആണ് ചെയ്യുന്നത്. ചെറിയ ക്വാണ്ടിറ്റി എങ്കിലും കയ്യിൽ ഗ്ലൗസ് ധരിച്ചിരിക്കണം. പക്ഷേ ഇതുപോലെ വലിയ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ മാസ്ക് ധരിച്ചിരിക്കണം, അതുപോലെ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ കുഞ്ഞു കുട്ടികളുള്ളിടത്ത് ഒരു കാരണവശാലും ഈ സോപ്പോ അതുപോലെ തന്നെ കാസ്റ്റിക് സോഡയോ വെക്കരുത്. അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിത് പതിയെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പതിയൊരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നമ്മുടെ അലോവേരയുടേതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഒഴിക്കുമ്പോൾ ഒഴിച്ച് നമ്മളത് ബാറാക്കുമ്പോൾ കുറച്ച് കാണാനൊരു ഭംഗിയുണ്ടാവും. അടുത്ത് വരുന്നത് നമുക്ക് അലോവേരയാണ്. അലോവേരയുടെ അത് മുഴുവനായിട്ടും കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോവും. അതുപോലെ തന്നെ അലോവേരയും മിക്സ് ചെയ്ത് നമ്മൾ അടുത്ത ലെയറായിട്ട് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽസാണ്. എല്ലാ ഓയിൽസും ഒരേ അളവ് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 3 പാർട്ടായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ആ 3 ഓയിൽസ് എല്ലാം ഒരേ അളവ് തന്നെയാണ്. നമ്മൾ ഓയിൽസ് എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തൊന്നും എടുത്തിട്ടുണ്ട്. ഓയിലും ബട്ടറുമായിട്ട് നമ്മൾ ആദ്യം ചെയ്തില്ലേ, ഓയിലിലോട്ട് ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തത് ആദ്യത്തെ സ്റ്റെപ്പ് കണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെയാണ് ബാക്കി വരുന്ന സ്റ്റെപ്പും ഒക്കെ ചെയ്യേണ്ടത്. ഇനി നമുക്കതിലോട്ട് ബാലൻസ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം.
അടുത്തതായിട്ട് നമ്മൾ അലോവേര മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈഫ് സൊല്യൂഷൻ ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതും എപ്പോഴും അരിച്ച് തന്നെ ചേർക്കണം കേട്ടോ. എപ്പോഴും കുറച്ച് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ അരിച്ച് തന്നെ ചേർക്കണം. ഇത് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ 5 കിലോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ 5 കിലോ ചെയ്യുമ്പോൾ ആരും തന്നെ അതുപോലെ ചെയ്യരുത്. കാരണം തുടക്കക്കാരാണെങ്കിൽ എപ്പോഴും അത് 100 ഗ്രാമായിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത്രയും ഓയിൽ നഷ്ടമാവും. നമുക്ക് മെൽറ്റ് ആൻഡ് പവർ, അതായത് ബേസ് വെച്ച് ചെയ്യുന്ന സോപ്പാണെങ്കിൽ അതിൽ മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ കോൾഡ് പ്രോസസ്സ് ആകുമ്പോൾ നമുക്കത് കട്ട പിടിച്ചിരിക്കുന്നതല്ലാണ്ട് നമുക്ക് വീണ്ടും ഇതുപോലെ സോപ്പിൻ്റെ ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ആരും തന്നെ 5 കിലോയൊന്നും ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും 100 ഗ്രാം ആ ഒരു അളവിൽ വേണം എപ്പോഴും ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു കസ്റ്റമർ ഇംഗ്ലീഷിൽ മെഷർമെൻ്റ് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ അളവുകൾ പറയാം. വാട്ടർ 350 ഗ്രാം, കാസിക് സോഡ 175.5 ഗ്രാം, കോക്കനട്ട് ഓയിൽ 700 ഗ്രാം, ഒലിവ് ഓയിൽ 100 ഗ്രാം, നീം ഓയിൽ 100 ഗ്രാം, കാസ്റ്റർ ഓയിൽ 50 ഗ്രാം, ബട്ടർ 50 ഗ്രാം, നീം പൗഡർ 10 ഗ്രാം, ഫ്രാഗ്രൻസ് ഓർ എസൻഷ്യൽ ഓയിൽ 40 ഗ്രാം. ഇതാണ് ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അളവുകൾ. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതും ആദ്യം നമ്മൾ നീമിൻ്റെത് ചെയ്തതുപോലെ തന്നെ ഇത് സ്പൂണ് വെച്ചിട്ടൊന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ ചെയ്യുന്നത് മഞ്ചിഷ്ടയും നാൽപ്പാമരയും അതുപോലെ തന്നെ ദന്തപാലയും കൂടെ ആയിട്ടാണ്. ഇത് നമ്മൾ ഐസ് ക്യൂബാക്കി വെച്ചിരുന്നതിൽ നാൽപ്പാമരയും മഞ്ചിഷ്ടയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈഫ് സൊല്യൂഷനാണ്. ഇതും നമ്മുടെ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ആർക്കും ബ്ലെൻഡർ ഇല്ല എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട. നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക്, നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആയാലും മതി. നമ്മൾ ഈ ഫുഡൊക്കെ മേടിക്കുന്ന ചെറിയ പാത്രങ്ങളില്ലേ, അതിൽ വെച്ചിട്ടായാലും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അടുത്ത് സെറ്റായിട്ടുണ്ട്. അടുത്ത് ഞാനിത് ബാറാക്കുന്നതും കട്ട് ചെയ്യുന്നതും കാണിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ലെങ്തായി പോകും. ഇത് ഞാൻ 5 കിലോ ഒരു ടൈപ്പ് മാത്രം ചെയ്യുന്ന സമയത്ത് ഞാനിത് കൃത്യമായിട്ടും കാണിക്കും. അതിൻ്റെ എങ്ങനെയാണ് ഈ 5 കിലോ ബാറാക്കുന്നത്, അതുപോലെ തന്നെ അത് 100 ഗ്രാമിൻ്റെ പീസുകൾ എങ്ങനെയാക്കിയാണ് നമ്മൾ എടുക്കുന്നത് എന്നെല്ലാം ഞാനത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നാലേ അടുത്ത് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മഞ്ചിഷ്ടയുടെയും നാൽപ്പാമരയുടെയും കൂട്ട് നമ്മൾ ചേർത്ത് എല്ലാ സൈഡും ഒരുപോലെ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കാം. ചെറിയൊരു കുഞ്ഞ് സ്റ്റിക്ക് മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 24 മണിക്കൂർ കഴിയണം. ഇതൊരു 45 ഡേയ്സ് കഴിഞ്ഞിട്ടേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ബാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക്